ജൂൺ 19 വായനാ ദിനം. കേരളത്തിൽ എല്ലാ വർഷവും ഈ ദിനം വായനാ ദിനമായി ആചരിക്കുന്നു. വായനയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഇത് ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ വായനാ ദിനം ആചരിച്ചു. തോയക്കാവ് RCUP വിദ്യാലയത്തിൽ വായനാ വസന്തത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തൃശൂർ സബ് ഡിവിഷൻ മെയിൻ ഓവർസിയർ സുരേഷ് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിനി ജോസ് യോഗത്തിൽ അധ്യക്ഷയായി. കുട്ടികൾ തയ്യാറാക്കിയ ചുമർ പത്രിക റിട്ടയേർഡ് അധ്യാപിക ഷൈനി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, വായന മത്സരം, ക്വിസ് എന്നീ മത്സരങ്ങൾ നടത്തി. ഓരോ ക്ലാസ്സിലേക്കുമുള്ള ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ വില്യം നിർവഹിച്ചു. കുട്ടികളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ അവതരണം ചടങ്ങിന് മാറ്റുകൂട്ടി. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വായനവാരം ആരംഭിച്ചു. വാർഡ് മെമ്പർ ഫാൻസി സുബിരാജും മുല്ലശ്ശേരി BPC സംഗീത ടീച്ചറും കുട്ടികളുമായി വായനാനുഭവങ്ങൾ പങ്കിട്ടു. ജിനി പോൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ലൈബ്രറിയിലേക്ക് വിനീത ടീച്ചർ നൽകിയ പുസ്തകങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും BPC സംഗീത ടീച്ചറും വാർഡ് മെമ്പറും ചേർന്ന് ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീന്ദ്ര മോഹൻ വായന കുട്ടികളിൽ എന്ന വിഷയത്തെക്കുറിച്ചും PN പണിക്കരെയും മറ്റു മലയാള സാഹിത്യകാരന്മാരെയും പരിചയപ്പെടുത്തി. പെരുവെല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു. വായന മാസാചരണത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരി ദേവൂട്ടി ഗുരുവായൂർ നിർവഹിച്ചു. കുട്ടിക്കവിതകൾ പാടിയും കഥകൾ പറഞ്ഞും എഴുത്തുകാരി വായനയുടെ പ്രാധാന്യം കുഞ്ഞു മനസ്സുകളിലേക്ക് എത്തിച്ചു. വാർഡ് മെമ്പർ CV ബാബു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് VS സജിമോൾ, PTA പ്രസിഡന്റ് സ്മിനേഷ് പണിക്കർ, OSA പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി NK സുലൈമാൻ, അധ്യാപിക GB എന്നിവർ സംസാരിച്ചു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന ദിനം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കുകൾ ഉപയോഗിച്ച് ക്ലാസ് ലൈബ്രറികൾ പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ വായന എന്ന അക്ഷരങ്ങളിൽ വിദ്യാർത്ഥികൾ അണിനിരന്നത് കാണികളിൽ ഏറെ പുതുമയാർന്നതായി. ഫാബ്സ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോർഡിനേറ്റർ ആയിഷ ഇക്ബാൽ, പ്രിൻസിപ്പാൾ സജന ഹുസൈൻ, ഹെഡ് മിസ്ട്രസ് VC ബോസ്, മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ, PTA എക്സിക്യൂട്ടീവ് അംഗം തഹസിൻ ഖലീൽ, അധ്യാപകരായ OF ജോസ്, ജിമ്മി ബേബി, CK സുനിൽ എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് GMLP സ്കൂളിൽ വായന ദിനം ആഘോഷിച്ചു. എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ദിൽന ധനേഷ് വായന മാസാചരണം ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ NK വിമല അധ്യക്ഷയായി. കിരണം പദ്ധതി പ്രകാരം ഏനാമാവ് സെന്റ് ജോസഫ് സ്കൂൾ 75 അലുമിനി ബാച്ച് സ്കൂളിലേക്ക് പത്രം നൽകുന്ന പദ്ധതി കൊച്ചുമേരി ഉദ്ഘാടനം ചെയ്തു. KV വിൽസൺ മാസ്റ്റർ വായനാദിന സന്ദേശം നൽകി. ക്വിസ് മത്സരം, വായന മത്സരം, പ്രസംഗം, കവിതാലാപനം, ലൈബ്രറി സന്ദർശനം തുടങ്ങി വിവിധ പരിപാടികൾ നടത്തി. കോടമുക്ക് AMLP സ്കൂളിൽ വായന ദിനവും PN പണിക്കർ അനുസ്മരണവും നടത്തി. വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സജ്ന ഷിഹാബ് നിർവഹിച്ചു. വായനാ മത്സരം, വായനാ ക്വിസ്, പാട്ടരങ്ങ്, പോസ്റ്റർ രചനാ മത്സരം തുടങ്ങിയ പരിപാടികളും വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വായനാ സന്ദേശം KJ ബാബു നൽകി. TU ജെയ്സൺ, മദർ PTA പ്രസിഡന്റ് ജംഷീന ഫജറുദ്ദീൻ, അനു വർഗീസ് K, അബ്ദുൽ സലാം TT, അനു KA, നിഷാന K എന്നിവർ സംസാരിച്ചു.